ഹോർമൂസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി അമേരിക്ക വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ഇറാൻ ആരോപിക്കുന്നതിനിടെ ഇറാന്റെ സമ്പൂർണ്ണ കീഴടങ്ങൽ ആവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ട്രംപ് ഇറാന് നേരെ കടുത്ത ഭാഷയിൽ രംഗത്തെത്തിയത്. ഇറാൻ കീഴടങ്ങാൻ തയ്യാറാകണം. തങ്ങളുടെ നാവികസേന തകർന്നടിഞ്ഞ് കടലിന്റെ അടിത്തട്ടിലാണെന്നും വ്യോമസേന പൂർണ്ണമായും ഇല്ലാതായെന്നും അവർ സമ്മതിക്കണം. ഇറാന്റെ സൈന്യം മുഴുവൻ ആയുധങ്ങൾ താഴെവച്ച് കൈകൾ ഉയർത്തിപ്പിടിച്ച് വെള്ളക്കൊടി വീശി ഞാൻ കീഴടങ്ങുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് ടെഹ്റാനിൽ നിന്ന് പുറത്തു കടക്കണമെന്നും ട്രംപ് പറഞ്ഞു. അവശേഷിക്കുന്ന ഇറാന്റെ നേതൃത്വം കീഴടങ്ങൽ രേഖകളിൽ ഒപ്പുവയ്ക്കുകയും ശക്തമായ അമേരിക്കൻ സൈന്യത്തിന് മുന്നിൽ തങ്ങളുടെ പരാജയം സമ്മതിക്കുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയ്ക്കെതിരെ ഇറാൻ വൻ വിജയം നേടി എന്ന രീതിയിൽ വാർത്തകൾ നൽകിയ ന്യൂയോർക്ക് ടൈംസ്, വാൾ സ്ട്രീറ്റ് ജേണൽ, CNN തുടങ്ങിയ പ്രമുഖ US മാധ്യമങ്ങളെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചു. ഇവയെല്ലാം വ്യാജ വാർത്താ മാധ്യമങ്ങളുടെ ഭാഗമാണെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം ഇറാനിയൻ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ട് അമേരിക്ക വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തി. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതു മുതൽ US നിയമവിരുദ്ധവും അനീതിപരവുമായ നടപടികളാണ് തുടരുന്നതെന്നും ഇറാനിയൻ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നിരവധി കടൽക്കൊള്ളകൾ നടത്തിയെന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത തെക്കൻ ഹോർമൂസ് ഗാൻ പ്രവിശ്യയിൽ US നടത്തിയ ആക്രമണങ്ങൾ കഴിഞ്ഞ 7 ആഴ്ചയായി നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാറിന്റെ ഗുരുതരമായ ലംഘനമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. എന്നാൽ തങ്ങളുടെ ആക്രമണങ്ങൾ പ്രതിരോധ സ്വഭാവമുള്ളതാണെന്നും മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും കടലിൽ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ച ബോട്ടുകളെയുമാണ് ലക്ഷ്യമിട്ടതെന്നുമാണ് US വാദിക്കുന്നത്. യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഹോർമൂസ് കടലിടുക്കിന് ചുറ്റുമുള്ള ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾക്കും ബോട്ടുകൾക്കും നേരെ അമേരിക്ക സ്വയം രക്ഷാർത്ഥം ആക്രമണം നടത്തിയത്. ഇറാനിയൻ സൈന്യത്തിൽ നിന്നുള്ള ഭീഷണികളിൽ നിന്ന് തങ്ങളുടെ സൈനികരെ സംരക്ഷിക്കുന്നതിനാണ് US സേന തെക്കൻ ഇറാനിയൻ തീരങ്ങളിൽ സ്വയം രക്ഷാക്രമണങ്ങൾ നടത്തിയതെന്ന് US സെൻട്രൽ കമാൻഡ് പറഞ്ഞു. മിസൈൽ കേന്ദ്രങ്ങളും മൈനുകളും സ്ഥാപിക്കാൻ ശ്രമിച്ച ബോട്ടുകളുമാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നും വെടിനിർത്തൽ നിലനിൽക്കുന്നതിനാൽ US സെൻട്രൽ കമാൻഡ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കടലിടുക്കിൽ 2 ഇറാനിയൻ ബോട്ടുകൾ മൈനുകൾ സ്ഥാപിക്കുകയായിരുന്നുവെന്നും തങ്ങളുടെ യുദ്ധവിമാനത്തിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതിനെ തുടർന്നാണ് US-ന് നേരെ തിരിച്ചടിച്ചതെന്നും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഏത് നീക്കങ്ങളെയും തുർക്കി പിന്തുണയ്ക്കുമെന്ന് പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉർദുഗാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും ഫോണിൽ ബന്ധപ്പെട്ട ഉർദുഗാൻ നിലപാട് അറിയിക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യങ്ങൾ തുടരുന്ന പക്ഷം ഇറാൻ US സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ സന്നദ്ധതയുണ്ടെന്നും തുർക്കി പ്രസിഡന്റ് അറിയിച്ചതായാണ് വിവരം. ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള ഏത് ശ്രമങ്ങൾക്കും സാധ്യമായ എല്ലാ പിന്തുണയും തുർക്കി ഉറപ്പുവരുത്തുമെന്ന് ഉർദുഗാൻ ഇറാൻ പ്രസിഡന്റിനെ അറിയിച്ചു. സഹോദര രാജ്യങ്ങളെ സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ അങ്കാറ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിങ്ങളുടെ സുപ്രധാന ആഘോഷങ്ങളിലൊന്നായ ബലിപെരുന്നാൾ ദിനത്തിലെ സന്തോഷത്തെ യുദ്ധം ക്ഷീണിപ്പിക്കുമെന്ന് ഉർദുഗാൻ അപലപിച്ചു. സംഘർഷ സാഹചര്യം മുന്നിലുണ്ടെങ്കിലും നിലവിലെ പ്രതിസന്ധികളെയെല്ലാം അതിജീവിക്കാൻ ഇറാനിയൻ ജനതയ്ക്ക് സാധിക്കുമെന്നും ഉർദുഗാൻ പറഞ്ഞു. ഇറാൻ US സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാന് തുർക്കിയുടെ എല്ലാവിധ പിന്തുണയുണ്ടെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായുള്ള ഫോൺ സംഭാഷണത്തിലും അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. മധ്യസ്ഥ ശ്രമങ്ങളുടെ പ്രാധാന്യത്തെ ഊന്നിപ്പറയുകയും അഭിനന്ദിക്കുകയും ചെയ്ത ഉർദുഗാൻ ഇരു രാജ്യങ്ങളുടെയും ശ്രമങ്ങൾ മേഖലയിൽ സുരക്ഷയും സമാധാനവും കൊണ്ടുവരുമെന്ന് കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുമ്പോഴും മേഖലയിൽ കൊമ്പുകോർക്കൽ തുടരുകയാണ്. ഹോർമൂസ് കടലിടുക്കിന് സമീപം ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾക്കും സൈനിക ബോട്ടുകൾക്കും നേരെ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് IRGC മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തങ്ങളുടെ സൈന്യത്തെ സംരക്ഷിക്കുന്നതിനായി നടത്തിയ ആത്മരക്ഷാർത്ഥമുള്ള ആക്രമണമെന്നാണ് US സെൻട്രൽ കമാൻഡ് ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലനിൽക്കുന്ന താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.